ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ പോകുന്നത് UAE തന്നെ ഏറ്റവും വലിയൊരു പള്ളിയിലേക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയി കണ്ടാലോ? കമോൺ. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ കോമ്പൗണ്ടൊക്കെ കാണുന്നതൊക്കെ മോസ്കിൻ്റെ തന്നെയാണ്. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്, അതാണ് നമ്മുടെ മോസ്കിൻ്റെ നെയിം. അബുദാബിയിലാണ് ഉള്ളത്. മതപരമായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മോസ്കിലേക്ക് ചെല്ലാം. പക്ഷേ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ മോസ്കിൻ്റെ തന്നെയാണ്. ലേഡീസിനൊക്കെ ഫുൾ കവർ ചെയ്യുന്ന പർദ്ദ പോലുള്ള ഡ്രസ്സുകൾ വേണം. അപ്പോൾ ഡ്രസ് കോഡിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ മോസ്കിൻ്റെ കവാടത്തിലേക്ക് എത്തി. വിസിറ്റേഴ്സിന് സെപ്പറേറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തു. ഡയറക്റ്റ് നമുക്ക് മോസ്കിലേക്ക് കയറാനായിട്ട് പറ്റില്ല. ഒരു മോൾ ഉണ്ട്. ആ മോൾ വഴിയാണ് നമുക്ക് മോസ്കിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർക്ക് എല്ലാവർക്കും QR കോഡ് വേണം. അപ്പോൾ ഈ മോളിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ആ QR കോഡ് എടുക്കുന്നത്. നമ്മളിപ്പോൾ എൻട്രൻസ് ആണെങ്കിലും അതുപോലെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് അവർ സ്കാൻ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ കയറുമ്പോൾ തന്നെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. അത് നമ്മളോട് ഫോട്ടോ എടുക്കാൻ പറയും. ഒരു ലേഔട്ടാണ്, എവിടെയൊക്കെ ഫോട്ടോ എടുക്കാം എന്നുള്ള ആ ഒരു ലേഔട്ട്. പിന്നെ നമ്മുടെ ഡ്രസ് കോഡും അവർ തന്നിട്ടുണ്ട്. ആ ഡ്രസ്സ് ധരിക്കാതെ അല്ലാതെ അതിന് മുന്നോട്ട് നമുക്ക് കിടക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ QR കോഡൊക്കെ സ്കാൻ ചെയ്യലുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ അതിൽ കയറുമ്പോൾ തന്നെ കണ്ടോ, ഇവിടെ ട്രഡീഷണൽ ആയിട്ടൊരു ഷോപ്പുണ്ട്. നല്ല രസമുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. നമ്മുടെ ബാഗും ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ. അങ്ങനെ മോസ്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 കിലോമീറ്റർ ഇതുപോലെ നടന്നാൽ മാത്രമാണ് നമുക്ക് മോസ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നടക്കാൻ മടിയുള്ളത് കൊണ്ട് ഞങ്ങൾ എസ്കലേറ്റർ യൂസ് ചെയ്തു. വാക്കിംഗ് സെക്ഷൻ ഉണ്ട് അപ്പുറത്ത്, അതുപോലെ വണ്ടിയുടെ സെക്ഷനും ഉണ്ട് അപ്പുറത്ത്. പോകുന്ന വഴി കുറേ പിക്ചേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കിങ്ങിൻ്റെയും ഒക്കെ ആയിട്ട്. അങ്ങനെ എല്ലാ 5-6 സെക്ഷൻ അതുപോലെ ലോങ് സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എസ്കലേറ്ററിൽ കയറി. അപ്പോൾ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന സെൻറ്ററിൽ നല്ല ഭംഗിയുണ്ടല്ലേ. എന്താ എത്താത്തേ എന്ന് കരുതിക്കൊണ്ടിരുന്നതിന് നമുക്ക് വിരാമമായി. നമ്മൾ മോസ്കിലേക്ക് കയറി. മോസ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗാർഡൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. കുറേ അങ്ങോട്ട് പരന്നങ്ങോട്ട് കിടക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത്. മോസ്കിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണിത്. അപ്പോൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഉണ്ട്. ചില ഏരിയയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ക്യാമറ യൂസ് ചെയ്യാൻ. ചില ഏരിയയിൽ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോട്ടോ സെക്ഷൻ ആണ് എന്നുള്ളത്. അതുണ്ടല്ലോ അവിടെ താഴെ വെള്ളത്തിൻ്റെ അത് 2 ഭാഗത്തുണ്ട് കേട്ടോ. ഈ ഭാഗത്തുണ്ട്, അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തുണ്ട്. പെട്ടെന്ന് കണ്ട വെള്ളമൊന്നും മനസ്സിലാവില്ല, കുറച്ച് അടുത്ത് പോയി നിന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഇത്തിരി ടൈം എടുത്തിട്ടാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു 2 സെക്കൻഡ് ഇരുന്നപ്പോഴേക്കും ഈ ഒരു കാഴ്ച നമ്മുടെ കണ്ണിൽ പെട്ടു. ഇതും നല്ല രസമുണ്ട് കൊടുത്തിരിക്കുന്നത്. അവർ മോസ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഇതും കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് വന്നത് നമ്മൾ അട്രാക്ട് ചെയ്തൊരു കാര്യം ഈ ഒരു സീലിംഗ് ആണ്. അപ്പോൾ നല്ല കൊത്തുപണികൾ കൊണ്ടുള്ള സീലിംഗ് ആണ്. ലൈറ്റ് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഇത് കണ്ടോ, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ അങ്ങനെ പരന്നങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പിന്നെയും നമ്മൾ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ നോക്കിയേ, ബിൽഡിങ്ങിൻ്റെ ആ ഒരു പണിയും അതുപോലെ ലൈറ്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതും ഓരോ ലൈറ്റ്സിൻ്റെ മോഡലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ സൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനിയും പോകാനുള്ള സ്ഥലത്തേക്ക് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നേരം ഇരുട്ടിയതുകൊണ്ട് അവർ പതുക്കെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് ലാസ്റ്റ് എക്സിറ്റ് എടുക്കേണ്ട വഴി മറന്നിട്ട് ഞങ്ങൾ സ്ട്രെയിറ്റ് പോയി. അപ്പോൾ എന്തായാലും വഴി തെറ്റി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടുത്തെ ഗാർഡനും കൂടി ഫോട്ടോയിൽ എടുക്കാമെന്ന്. പിന്നെ ഞങ്ങൾ അവിടുത്തെ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എക്സിറ്റ് എടുക്കാൻ ഇനി കുറേ ദൂരം പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾക്കൊരു വണ്ടി അവർ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ അതിലാണ് നമ്മൾ പോയത്. അങ്ങനെ വഴി തെറ്റിയ കാരണം നടക്കാതെ വേഗം നമുക്ക് മുകളിലേക്ക് എത്താനായിട്ട് പറ്റി. പുറത്ത് ലൈറ്റൊക്കെ വന്നപ്പോൾ ഫുൾ ആ ഒരു വിഷയം കാണാനും നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളിതാ മാളിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. എൻട്രൻസിൻ്റെ ആ ഉള്ളിൽ കാണാൻ അതിലും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഡൗണിലേക്ക് ഇറങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ടൂറ് പോകാൻ ഇഷ്ടമുള്ളവർ UAE വരുമ്പോൾ എന്തായാലും അബുദാബിയിൽ വന്ന് ഇത് കാണാതെ പോവരുത്. എല്ലാവരും മസ്റ്റായിട്ട് വന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്